lot of change, been through a lot of pain. Some things are not the same as they were a year ago, but all will be okay. I move on each and every day. The past is where it stays, way back a year ago. I've changed for the better this time. I thought I would never be fine. I strive just to say I'm alright, and for the first time in a long time I'm alright. I've seen a lot of change, been through a lot of pain. Some things are not the same as they were a year ago, but all will be okay. I move on each and every day. The past is where it stays, way back a year ago. ചേട്ടാ ഓടി വന്നേ. എന്താ എന്താ പറ്റിയേ? അയ്യോ എനിക്കൊന്നും പറ്റില്ല മനുഷ്യ. പിന്നെ നീ എന്തിനാ ഒച്ചുണ്ടാക്കിയത്? ആ കൈ ഇങ്ങോട്ട് തന്നെ. എന്തിനാ? താ മനുഷ്യ. എന്നാ അതെ അതെ ഞാനിപ്പോ എന്താ പറയാ? മനുഷ്യ ഇങ്ങോട്ട് നോക്ക്. ദിസ് ഈസ് ഫസ്റ്റ് ടൈം നമ്മൾ രണ്ടുപേരുടെയും ജീവിതത്തിൽ ആദ്യമായി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണിത്. നമ്മുടെ കുഞ്ഞ് എൻ്റെ ഉദരത്തിൽ ഭ്രൂണമായത് മുതൽ നമ്മൾ ഒരുമിച്ച് തന്നെയാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതിൻ്റെ ഓരോ വളർച്ചയും നമ്മൾ അറിയുന്നുണ്ട് അല്ലേ? കുറച്ച് നാൾ കഴിഞ്ഞ് ഈ കുഞ്ഞു കണ്ണുകൾ വെച്ച് അവൻ ഭൂമിയെയും നമ്മളെയും കാണും. അപ്പോഴും അവൻ്റെ ഓരോ വാക്കും വളർച്ചയും എല്ലാം ഒരു കൗതുകം പോലെ നമ്മൾ നോക്കിക്കാണും. അന്ന് അവന് വേണ്ടി മാത്രം നമ്മൾ മാറ്റിവെച്ച സ്നേഹം നമ്മൾ കൊടുത്തു തന്നെ തീർക്കണം. എന്തായാലും ഐ ഗോണ സ്പോയിൽ ദാറ്റ് കിഡ്. ഐഷ് നീ വന്നോ? ആ ദേ കഞ്ഞി വെച്ചിരിക്കുന്നു, എണീറ്റ് കഴിക്കേ. കഴിക്കാൻ തോന്നുന്നില്ല, നീ അതങ്ങോട്ട് മാറ്റി വെച്ചേക്ക്, ഞാൻ പിന്നെ കഴിച്ചുകൊണ്ട്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, പിന്നെ ഞാൻ അതിനെ കഷ്ടപ്പെട്ട് ക്യൂ നിന്നത് കൊണ്ടുവന്നത്. കഴിക്കേ. പോകുമ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ വാങ്ങണ്ടേന്ന്. പിന്നെ ഉച്ചക്കഞ്ഞി ഉച്ചയ്ക്ക് പോലല്ലേ കിട്ടൂ. പിന്നെ നീ കഴിക്കാതിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അതൊന്നുമില്ല. ഡാ ആർ യു ഓക്കെ വിച്ചു? നോ, ഞാൻ ഇനി എന്നും ഓക്കെ ആവുമെന്ന് എനിക്ക് പോലും അറിയില്ല. വിച്ചു ഡാ നീ ഇങ്ങനെ വീക്കാവില്ലേടാ? പറ്റുന്നില്ലടി, വീക്കായി പോകുന്നു. ഏട്ടാ ആർ യു ഓക്കെ നൗ? കഴിച്ചോ വല്ലതും? നീ? ഇല്ല, കഴിക്കണം. എന്താണ് വിച്ചുവേട്ടത്? ഇങ്ങനെ കഴിക്കാണ്ടിരിക്കാൻ പാടുണ്ടോ? ഹെൽത്ത് നോക്കണ്ടേ? എന്നാ ഇത് കുറച്ച് ഫ്രൂട്ട്സും പിന്നെ കുറച്ച് നട്ട്സുമാണ്, എല്ലാം കഴിക്കണം. ശരീരമൊക്കെ നോക്കിയിട്ട് മതി പ്രതികാരമൊക്കെ. ചിരിച്ച് തള്ളാനല്ല ഞാൻ പറഞ്ഞത്, കഴിക്കണം. കഴിക്കാതെ എവിടെ നിന്ന് നാത്തു? ഞാൻ ആ ക്യൂ മുഴുവൻ നിന്നുകൊണ്ട് വന്ന കഞ്ഞി അവന് വേണ്ട അപ്പഴാ. എന്നാ നാത്തു എനിക്കത് താ, ഞാൻ കൊടുക്കാം. ഇന്നാ നാത്തു. വിച്ചുവേട്ടാ വാ കഴിക്കേ. ഇന്നാ. എനിക്ക് വേണ്ട വാവേ. വാവയല്ലേ തരുന്നത്, പ്ലീസ് കുറച്ചെങ്കിലും കഴിക്കേ. ഗുഡ് ബോയ്. ഇനി ഫുഡൊന്നും സ്കിപ്പ് ചെയ്യല കേട്ടോ. പിന്നെ ഏട്ടനൊരു കാര്യം പറയാൻ വന്നതാ. പറയേട്ടാ. ഇന്നേക്ക് 2 വർഷമായി. അതെയോ? നമുക്ക് പോവണ്ടേ? പോവാം. നകുലിനെ വിളിക്കണ്ടേ? അത് ഞാനിപ്പോൾ വിളിക്കാം. ആദ്യം തന്നെ ഡോക്ടറിനെ കണ്ട് നിന്നൊന്ന് പുറത്തു വിടാൻ പറ്റുമെന്ന് ചോദിക്കട്ടെ. ഏട്ടാ. വിച്ചു
ഡോക്ടർ ഓക്കെ പറഞ്ഞു. നീ ഡ്രസ്സ് ഇട്ടിട്ട് വാ. ആ ഏട്ടാ. എന്നിട്ട് ആ പിക്കിൽ ആരായിരുന്നു സാർ? അത് ഹലോ ഡാ, ഞങ്ങൾ ഇറങ്ങുക. ആ ഏട്ടാ, ഞാൻ വരുവാ. മിഖായിൽ, ഇവനൊന്ന് നോക്കണേ, ഞാനൊരു സ്ഥലം വരെ പോയിട്ട് വരാം. ഓക്കെ സാർ. ആ, നിങ്ങളെത്തിയോ? ആ, കണ്ണൻ എന്തേ? അവൻ വരുന്നുണ്ട്. ആ, ദാ വരുന്നു. അപ്പോൾ എങ്ങനെ കയറാം? ആ, വാ. പോയാലോ? ആ, വരും എല്ലാവരും. നഗു, എന്തായി? അവൻ നമ്മുടെ കസ്റ്റഡിയിൽ തന്നെയുണ്ട്. ഇനി കുറച്ചു നേരം കൂടി, അത് കഴിഞ്ഞാൽ അവൻ്റെ അന്ത്യം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അവൻ്റെ എല്ലാ ഡ്രാമയും അടിച്ച് കയ്യിൽ കൊടുക്കാൻ സമയമായി. അതെ, ഇനിയുള്ളത് പ്രതികാരം മാത്രം. സോ മിസ്റ്റർ ക്രിസ്, നോക്കൂ, ഇവർ നിന്നെ അവസാനമായി കാണാൻ വന്നവരാണ്. ഇവരൊക്കെ നിനക്ക് അറിയാമെന്ന് കരുതുന്നു. സോ ക്രിസ്, ഇനി ബാക്കിയുള്ള കഥ അത് ഞാൻ പറയാം. എന്താ എന്താ വെച്ചേട്ടാ? ഏയ്, അത് ഞാനൊരു വീഡിയോ കണ്ട് വച്ചുണ്ടാക്കിയതാ. സോറി ടു വേക്ക് അപ്പ് യു. നിന്റെ ഉറക്കം പോയില്ലേ? ഏയ്, അത് സാരില്ല. അത് പറഞ്ഞാൽ പറ്റില്ല, ഇപ്പം നല്ല റെസ്റ്റ് വേണ്ട സമയമാണ്. സോ അതുകൊണ്ട് കിടക്ക്. എനിക്ക് ഉറക്കം വരുന്നില്ല. അതെന്ത് ഉറക്കം വരാത്തെ? ഉറക്കം വരും. വിച്ചേട്ടന് എനിക്കൊരു പാട്ട് പാടി തന്നാൽ മതി, വേഗം ഉറങ്ങും ഞാൻ. എടി കള്ളി, നിന്റെ മനസ്സിലൊരു ഇതായിരുന്നു അല്ലേ? ഇരിക്ക്, ഞാൻ വഴിതരാം. ഒരു യുഗം ഞാൻ തപസ്സിരുന്നു ഒന്നു കാണുവാൻ. കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തുവിടർന്നു. ഒരു യുഗം ഞാൻ തപസ്സിരുന്നു ഒന്നു കാണുവാൻ. കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തുവിടർന്നു. മുഖമാമിൻ മനസ്സിൽ ഗാനമായി നീ ഉണർന്നു. മുഖമാമിൻ മനസ്സിൽ ഗാനമായി നീ ഉണർന്നു. ഹൃദയ മൃദുല തന്ത്രേന്ദി ദേവാമൃതം. വൈശാഖ സന്ധ്യ നിൻ ചുണ്ടിലിന്റെ ഹരുമസഖിത നദരകാന്തിയോ. ഓമലേ പറയൂ നീ, വെണ്ണിൽ നിന്നു പാറി വന്ന ലാവണ്യമേ. ഒരു ചിന്തണ ചോലകൾ ചിന്താരകൾ ചോക്കണതോ പദയാനകൾ പ്ലാവ് കരിമ്പുലി കലിവാഴണകാല. ആ ഡാ, നീ ഇറങ്ങിയോ? ആ, ഏട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കരുതി പോയി കാണുന്നു. ഏയ്, നീ ഇറങ്ങാത്തത് കൊണ്ട് എനിക്ക് തോന്നിയിരുന്നു ആദ്യം ഉറങ്ങി കാണില്ലെന്ന്. അതുകൊണ്ട് ഒരുമിച്ച് പോകാമെന്ന് കരുതി. പിന്നെ നകുൽ അവിടെ എത്തിക്കഴിഞ്ഞു. അതെയോ? എങ്കിൽ വാ ഏട്ടാ. എന്നാലും ഏട്ടാ, അയാൾക്കിത് എങ്ങനെ സാധിക്കുന്നു? എല്ലാത്തിൻ്റെ പിന്നിലും ഉത്തരവുണ്ടല്ലോ, കണ്ടുപിടിക്കണം. അതെ, നെക്സ്റ്റ് പ്ലാൻ അവിടെ പോയി നമുക്ക് 4 പേർക്കും ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ആ, വന്നോ? വാ എല്ലാവരും, ഇരിക്കേ. ഡീ, നിനക്കിത് ഇയാൾ തന്നെയാണെന്ന് എങ്ങനെ മനസ്സിലായി? സിമ്പിൾ,
it's me Joanna I said, the best spy this mafia world have. Oh, I see. Then let's get into the plan. ഓക്കെ, എന്താണ് ഫസ്റ്റ് ചെയ്യേണ്ടത് അത് ഞാൻ പറയാം. അതനുസരിച്ച് നിങ്ങൾ മൂവ് ചെയ്യണം. പിന്നെ എത്രയൊക്കെ നമ്മൾ ഇവിടെ ഫോക്കസ് ആണെങ്കിലും നമ്മുടെ ഫാമിലിയുടെ കാര്യം ആരും മറക്കരുത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ പ്ലാൻ. Tak din tak din tak tak it ta tak it tu tak it ta tak it tu tak din tak din tak tak it ta tak it tu tak it ta tak it tak din tak din tak tak it ta tak it tu tak it ta tak it tu tak din tak din tak tak it ta tak it tu 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 tak it ta tak it tu. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ആടാ ബൈ. മാക്സ്, ടെസ്റ്റ് ഫിനിഷ് ആയ ഞങ്ങളൊരു കാര്യം പറയാൻ വന്നതാണ്. ഇതിനു പിന്നിൽ ആരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ആരാ ബോസ്? ഈ പിക്ക് കണ്ടോ നിങ്ങൾ? ആരാണെന്ന് മനസ്സിലായോ? ആയി. ഇത് പാർവതി മാഡത്തിന്റെ ആദ്യ ഭർത്താവിന്റെ രണ്ടാം ഭാര്യയിലുണ്ടായ മകനല്ലേ? അതെ, അവൻ തന്നെ. ബട്ട് എന്തിന്? കണ്ടുപിടിക്കണം. നിങ്ങൾ ഇതൊക്കെ ഒന്ന് നിരീക്ഷിക്കണം. എന്തായാലും എന്തമ്മേ? വന്നോ നാട് തണ്ടി? ഈ പടി നീ ചവിട്ടി പോകരുത്. എന്താണമ്മേ? ഡാ, നീ എന്നോട് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്താ നിനക്ക് ഗേൾ ഫ്രണ്ട് ഉള്ളത് പറയാണ്ടിരുന്നത്? എടാ ചേട്ടൻ തണ്ടി, സോറിയുടെ അനിയൻ പട്ടി. അമ്മ, അത് പിന്നെ ഞങ്ങള് കമ്മിറ്റഡ് ആയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. കൂടി വന്ന 2 days. എന്തായാലും നിനക്ക് എന്നോടൊന്ന് പറയായിരുന്നു. അമ്മ, അത് വന്നിട്ട് പറയാമെന്ന് കരുതി. ഓ, 2 എണ്ണം. എന്റെ മായി, നീ അവനൊന്ന് അകത്തേക്ക് കയറ്റ്, ബാക്കി എന്നിട്ട് പറയാം. കയറ്. നിനക്ക് ഞാൻ തരാടാ ചേട്ടാ. സോറി, ഐ ആം ഔട്ട് ഓഫ് കവറേജ് ഏരിയ. അതൊക്കെ ഞാനേ ഇപ്പൊ ശരിയാക്കി തരാട്ടാ. പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് എന്താടാ? പറ. ഫാമിലി ഏതാ? അത് പിന്നെ അച്ഛനറിയും. അതാരാടാ? സറാം കശ്യപിന്റെ മകളാണവൾ. അപ്പാ, വാ എല്ലാവരും റെഡിയാവും. നമുക്ക് അവിടെ വരെ ഒന്ന് പോവാം. ആ ഏട്ടാ. കാർത്തികേയ, സറാം. എടാ, നീ ഇതേ വിട്ടിയായിരുന്നു. എത്ര വർഷമായി കണ്ടിട്ട്? എല്ലാം പറയാം. നീ ഇപ്പോ അകത്തേക്ക് കയറ. ആടാ, പിന്നെ ഇതാരാന്ന് മനസ്സിലായല്ലോ? അറിയാം. എൻ്റെ കാർത്തികേയൻ്റെ ഭായ. അല്ല, നീ എന്താ നഗു ഇവിടെ? അച്ഛാ, ചെറുതായിട്ട് ഞാൻ ഈ കാർത്തികേയൻ്റെ മോനായിട്ട് വരും. എന്റെ പൊന്നെ, ശരിയാണോടാ? ആടാ, അപ്പോ നമ്മള് കുടുംബക്കാരായി എന്ന് സാരം. അതെ. പാർവതി, ദാ ഇത് കാർത്തികേയൻ, അവൻ്റെ ഭാര്യ മായ. പിന്നെ ഇത് നമ്മുടെ നകുൽ, അവരുടെ മകൻ. മകൻ മാത്രല്ല, മക്കളാണുള്ളത്. ഇത് ആരോ ഗൗതം, എൻ്റെ മൂത്തപുത്രൻ. ആഹാ, ഇവനെന്ത് ചെയ്യുന്നു? അവൻ അഡ്വക്കേറ്റ് ആണ്. ഷെടാ, എനിക്ക് 2 പെൺമക്കളുണ്ടായിരുന്നേ. ഒരാൾ ഇവനെ കൊണ്ട് കെട്ടിക്കായിരുന്നു. ഏയ്, അതിൻ്റെ ആവശ്യമില്ലടാ. അതെന്താ? ഇവന് ഓൾറെഡി ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. ഓ, അപ്പോൾ ഇവൻ ഗേ തന്നെ. വാവ്, അത് കൊള്ളാടാ, എനിക്കിഷ്ടമായി. പിന്നെ അത് മാത്രല്ല, ഇവിടുത്തെ ആദിയുടെ കസിൻ ബ്രദറായിട്ടാണ്. നീ അറിയുമായിരിക്കും, കളക്ടർ ദക്ഷദ്വിക്. ഓ, എനിക്കറിയാടാ. അല്ല, വരവിൻ്റെ ഉദ്ദേശം എന്താണാവോ? അത് പറയാൻ വിട്ടു. നിനക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഞങ്ങൾ പെണ്ണ് കാണാൻ വന്നതാണ്. ഓ, ചിന്നുവിൻ്റെ നകുലിൻ്റെ കാര്യം. അത് ഞാനും വിചാരിച്ചിരുന്നു വന്നൊന്ന് സംസാരിക്കണമെന്ന്. അതെ,
ഞങ്ങൾ എന്തായാലും വന്ന സ്ഥിതിക്ക് പെൺകുട്ടിയെ വിളിച്ചോ, ഞങ്ങളെ കണ്ടിട്ട് അങ്ങോട്ട് പോവാം. ഒരു 3 മാസം കഴിഞ്ഞ് ഇവർ എൻഗേജ്മെന്റ് നടത്താം. അതിനുള്ളിൽ ഇവർക്ക് രണ്ടുപേർക്കും അറിയാനുള്ള സമയവും കിട്ടുന്നേ. അത് ഞാൻ പറയാൻ വരായിരുന്നു. എന്തായാലും ഞാൻ മക്കളെ പോയി വിളിക്കട്ടെ, നിങ്ങളെല്ലാവരും ഇവിടെ ഇരുന്ന് സംസാരിക്കും. ഞാൻ ചോദിക്കാൻ വിട്ടുപോയി, പറഞ്ഞ പോലെ മക്കളൊക്കെ എന്തേ? ഒക്കെ മോളിലിരുന്ന് സിനിമ കാണാം, സൺഡേ അല്ലേ. എന്നാ പോയി ചെന്ന് വിളിച്ചോ. ശരിടാ, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. മക്കളെ പറപ്പാ. എടാ, കുറച്ച് പേര് അടിയിൽ കാണാൻ വന്നിട്ടുണ്ട്. പിന്നെ ചിന്നു അടിക്ക് വരുമ്പോ ഒന്ന് സാരി ഉടുത്തേക്ക്. സാരിയോ? എന്തിനാപ്പാ? നീ ഉടുക്കും മോളെ. എനിക്ക് ഉടുക്കാനൊന്നും അറിഞ്ഞൂടാ. അത് സാരില്ല ചിന്നു, നാത്തു ഉടുപ്പിച്ചുതരാം. അയ്യോ നാത്തു, അത് ബോഡി റെസ്റ്റ് വേണം, അതൊന്നും വേണ്ട. എൻ്റെ നാത്തു എൻ്റെ കൈ മാത്രമേ അനങ്ങുന്നുള്ളൂ, അല്ലാണ്ട് ഞാൻ ശരീരം മൊത്തം അനക്കുന്നില്ല. കുഴപ്പമൊന്നുമില്ല, അച്ഛൻ പോയിക്കോ, ഞാൻ ഇവിടെ റെഡിയാക്കി കൊണ്ടുവരാം. മോളെ, ബാക്കി രണ്ടെണ്ണം ഇങ്ങോട്ട് ഇറങ്ങും. പെങ്ങളുടെ സാരി മാറി നോക്കിക്കണവന്മാര്. ഇപ്പം ഇങ്ങനെയായ ഞങ്ങളിപ്പോഴല്ലേ നിങ്ങൾ സാരി എടുക്കുന്ന കാര്യം പറയുന്നത് കേട്ടതുപോലുള്ളൂ. വന്നേട്ടാ, ഇവിടെ കൂടുതൽ നേരം നിന്നാ അപ്പം നമ്മളെ പീഡകന്മാരാക്കും. അതെ, എസ്കേപ്പ്. ഇതാരൊക്കെയാണ്? നകുലെ, ആരവേട്ട, നിങ്ങളെന്ത് ഇവിടെ? ചെറുതായിട്ട് ചിന്നൊന്ന് പെണ്ണാണാനായിട്ട്. ഓഹോ, വെറുതെ അല്ല തന്തപ്പിടി സാരിയുടെ കാര്യം പറഞ്ഞേ. അയ്യോ ഒന്നുമില്ല. തന്തപ്പിടിയാ? സോറി അപ്പ, ഐ എം റിയലി സോറി. ഓഹോ, അപ്പൊ ഇതായിരുന്നു നീ പറഞ്ഞ 2 ചുണക്കുട്ടികള്. അതെ, ഇവര് മാത്രല്ല, അവളും ചുണക്കുട്ടി തന്നെയാ. പെൺകുട്ടിയാണെങ്കിലും ഇവരെങ്ങാട്ടും പൊളിയവള്. അത് നന്നായി. എൻ്റെ മോൻ എന്തായാലും നിലയ്ക്ക് നിർത്താൻ പറ്റിയ പെൺകുട്ടി തന്നെ, ഇത് വളരെ നല്ലതായി. അപ്പാ സോറി മോനെ. അല്ല, മക്കളുടെ പേരെന്തൊക്കെയാണ്? ഞാൻ ദേവോഷ് കശ്യപ്, ഹാക്കറാണ്, CEO ആണ്. അങ്കിൾ, ഞാൻ വിയാൻ കശ്യപ്, ഞാൻ മാഫിയ ലീഡറാണ്. വാവ്, നല്ല അടിപൊളി പേര്. മോളുടെ പേരെന്തായിരുന്നു? ഭൂമി കശ്യപ്. പറഞ്ഞ നാക്ക് വായിലിട്ടില്ല, ദേ മോള് വരുന്നു. നഗു, എന്താ നടക്കുന്നേ? അയ്യോ, എൻ്റെ മരുമോള് പേടിക്കണ്ട കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ മോൻ്റെ ഹൃദയത്തെ കയറിക്കൂടിയ പെൺകുട്ടിയായതുകൊണ്ട് അങ്ങോട്ട് വിട്ട് കളയാൻ തോന്നിയില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ അവനെയും കൂട്ടി പെണ്ണ് കാണാൻ ഇറങ്ങി. അതെ, മക്കൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടേ പോയി സംസാരിക്കുക കേട്ടാ, അല്ലേ സാറങ്ങേ? അതെ, രണ്ടുപേരും ചെല്ല. അപ്പാ. അല്ലേ, നേരം കിട്ടിയ ബളബളാന്ന് സംസാരിക്കുന്ന കൊച്ചാ. എന്താണ് മിണ്ടാണ്ടിരിക്കണ്? എന്തേലും പറഞ്ഞു? അല്ല നഗു, ഇത് പെട്ടെന്നായതുപോലെ തോന്നി. പെട്ടെന്നാ? നിന്റെ ട്വിന്നിനല്ലേ കൊച്ചുണ്ടാകാൻ പോകുന്നത്? അതൊക്കെ ശരിയാണ്, എങ്കിലും എൻഗേജ്മെന്റ് മാത്രല്ലേ, കല്യാണം സാവധാനം മതിയെന്ന്. ഓക്കെ. അയ്യോ, എന്റെ ആദിക്കോച്ചിങ്ങോട്ട് വന്നേ. അമ്മ, ഇതിപ്പോ നല്ല സുന്ദരി കുട്ടിയായല്ലോ. എനിക്ക് പിറക്കാതെ പോയ എന്റെ മരുമോള്. പോ അമ്മ അവിടുന്ന്. ചിന്നുനാഥ് തന്നെയാ നന്ദുവേട്ടന് വിധിച്ചത്, അതാ ഇങ്ങനെയൊക്കെ നടന്നത്. അതെ. പിന്നെ എന്തെങ്കിലും വിശേഷമുണ്ടോ? അങ്ങനൊക്കെ ചോദിച്ചാ എന്താണൊരു നാണം? അത് വേറെ ഒന്നുമല്ല, ഇവിടേക്കൊരു കുഞ്ഞു മാവ വരാൻ പോവാ. ഈശ്വര, ശരിക്കും? അമ്മേ. അയ്യോ, എനിക്ക് പിറക്കാതെ പോയ എന്റെ പേരക്കുട്ടി. ഈ തിളക്ക് എന്താണ്? എനിക്കിതൊന്നും പിടിക്കണില്ലട്ടാ. നകുലിനെ വെച്ച് കുറെ നേരം ഈ തിളക്കാൻ പേരാണ്. അടങ്ങ് വിഷമുണ്ടാവും ഏതൊരമ്മായിമ്മമാർക്കും. ബിക്കോസ് ഷീസ് എ ഡയമണ്ട്, യു നോ. എന്നിട്ടിപ്പോ എത്ര മാസായി? 3. ഓ, വയറ് ഒട്ടുമില്ല.
മോനെ വെച്ചു നല്ല നല്ല ഫുഡ് വാങ്ങിച്ചു കൊടുക്കണം, എന്നാലേ കുഞ്ഞു പുറത്തൊരു ആരോഗ്യം ഉണ്ടാവും. ആ ആൻറ്റി, എന്തായാലും വാങ്ങിച്ചു കൊടുക്കാം. ദാ അവര് വരുന്നു. സംസാരിച്ചു കഴിഞ്ഞോ? ആ അപ്പാ. എന്തായി തീരുമാനം? അപ്പാ, ഇത് എൻഗേജ്മെൻറ്റ് നേരത്തെ ആയാലും മാരേജ് ലേറ്റ് ആക്കണം. ഞങ്ങൾ ഇപ്പോഴും പ്രിപ്പയർഡ് അല്ല. അത് ഞങ്ങൾക്കറിയടാ, സാവധാനം തന്നെ മതി. അതെ, ഇവിടെ ദേവന്റെ കല്യാണം 2 വർഷം കഴിഞ്ഞ് തന്നെയാ. അങ്ങനെയെങ്കിൽ 2 കെട്ടും ഒരു ദിവസം ഒരു പന്തലിൽ വെച്ച് നടത്താം. ആ, അത് വളരെ നല്ലൊരു തീരുമാനമാണ്. എങ്കിൽ പിന്നെ അങ്ങനെ ആവട്ടെ അല്ലേ? എന്തു പറയുന്നു രണ്ടുപേരും? ആ, എനിക്ക് കുഴപ്പമില്ല. ചിന്നുവിനോ? എനിക്ക് ഒട്ടും കുഴപ്പമില്ല. അപ്പോൾ നല്ലൊരു മുഹൂർത്തം നോക്കി 2 കല്യാണം ഫിക്സ് ചെയ്യാം. അതെ, അങ്ങനെ ചെയ്യാം. ആദിപ്പെണ്ണേ. എന്തോ കേട്ടോനെ? എന്താണ് പെണ്ണെ പരിപാടി? ഞാനൊരു വീഡിയോ കാണുവാ. ആഹാ, അത് കുറച്ച് നേരം എടുത്ത് വെക്കേ, എന്നിട്ട് വന്നേ ഇത് കഴിക്കേ. ഇതെന്തുവാ? എല്ലാ തരം ഫ്രൂട്ട്സ് ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട്, കിവി, അവക്കാഡോ, പഴം, സ്ട്രോബെറി, മുന്തിരി, ഓറഞ്ച്, ആപ്പിൾ. ഇതാ, ഇപ്പോൾ ഞാൻ അവക്കാഡോ തരാം, അത് കഴിക്കേ, എന്നാലേ ബേബി ഹെൽത്തി ആവൂ. അയ്യോ, എനിക്ക് വേണ്ട ഇപ്പോ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, കഴിക്കണം. എന്നാ അയ്യേ, എന്തുമാണിത്? എന്താ നതു? എനിക്ക് മണം പിടിക്കുന്നില്ല. എടാ പൊട്ടൻ ട്വിന്നെ, ചില ഫുഡ് പ്രഗ്നന്റ് ആയവർക്ക് പിടിക്കില്ല. നീ ഇതൊക്കെ ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കടാ. ഐശ്വരി, ഇതൊന്നും എനിക്കറിയില്ല. ആ, ഇനി മോനെ ഫസ്റ്റ് പ്രഗ്നൻസിനെ കുറിച്ച് ഗൂഗിളിൽ നോക്കി പഠിക്ക്. ഓ സോറി ആദി. സാരില്ല. പണ്ടാരം, എല്ലാവരും കിടന്ന് ഉറങ്ങിക്കാണേ, അവൾ ഒഴിച്ച്. ദേവന്റെ പ്രാർത്ഥന കേട്ട് പോത്ത് പോലെ കിടന്നുറങ്ങുന്നുണ്ട്. എന്റെ തമ്പുരാനെ, കട്ടിലടിയിൽ പാമ്പാ. ഈ കുരുപ്പ് പാമ്പലടി പ്രേതം. പ്രേതോ? എന്റെ പൊന്നു പൊണ്ടാട്ടി ഇങ്ങോട്ട് നോക്കടി. ഹായ്. ഹായാ? അയ്യോ, നിങ്ങളെന്താ മനുഷ്യ രാത്രി ഇവിടെ? അതൊക്കെ ഉണ്ട്. നീ വാതിൽ തുറന്ന് പുറത്തേക്ക്. പറ്റൂല, അച്ഛനമ്മ ഇറങ്ങിയിട്ടില്ല. ഓ, അവരെന്ത് കണ്ടിരിക്കാം? എന്റെ ദൈവമേ, ജനാല ചാടി വാടി. നോക്കാം. അല്ല ദേവേട്ടാ, നിങ്ങളിപ്പോ എന്തിനാ ഈ രാത്രി ഇങ്ങോട്ട് കെട്ടിയെടുത്തേന്ന്? ഓ, മിണ്ടാണ്ട് ആദ്യം തന്നെ നീ ഈ മതില് ചാടി. മതിലോ? പിന്നെ ഗേറ്റ് തുറന്ന അച്ഛനമ്മ അറിയില്ലേ? ഓ, ഞാനിതിങ്ങനെ ചാടാനാ? എന്റെ പുറത്ത് ചവിട്ടി നീ കേറാദ്യം. ഓക്കെ, ചാടി കഴിഞ്ഞു. ആ വണ്ടി കയറി പോവാ. അല്ല, ഇപ്പൊ നമ്മൾ എന്തിനാ സവാരി പറയുന്നത്? എനിക്കറിയില്ല. ഓ, വണ്ടി കയറുവാ, പോവാ. അല്ല ദേവേട്ടാ, നമ്മളെന്ത് ഈ ബീച്ചില്? നീ ഇവിടെ ഇരിക്കേ, ഞാനൊരു സാധനം കാട്ടിത്തരാം. ഓക്കെ. Oh shit, here we go again.
രസമായിട്ടാ കളിക്കുന്നേ. മോളിക്ക് നോക്ക്. മോളിലെന്താ? റെഡി? 3, 2, 1 ഗോ. ഹാപ്പി ബർത്ത്ഡേ ആമി. ദേവേട്ട, എനിക്ക് ആദ്യമായിട്ടാ ഇങ്ങനൊരു ബർത്ത്ഡേ. ആഹാ, എന്നാ പിന്നെ ഇനി മുതൽ എൻ്റെ അമ്മി പെണ്ണിൻ്റെ ബർത്ത്ഡേ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. താങ്ക് യു സോ മച്ച് ദേവേട്ട. That was unexpected. I really love it though. ഇതേപോലെ കൊല്ലത്തിലൊരിക്കലും പ്രതീക്ഷിച്ചാൽ മതി ഇങ്ങനെയൊക്കെ. ബാ നമുക്ക് പോവാം, നേരം വെളുത്തു. അതെ അതെ പോവാം. പിന്നെ കൊല്ലത്തിലൊരിക്കല് അത് നമുക്ക് തിരുത്താം, കിട്ടുകഴിയട്ടെ. So my lord, it's section 375 of the Indian Penal Code defines rape as sexual intercourse with a woman against her will without her consent by coercion. As you know, the victim is under 18, the raper, he must be get punished. That's all, Your Honor. So the evidence proves that the victim is get raped by this raper. So the case is moved into July 3rd. Court dismissed. ഹേ ബേബി. ഓ, നീ ഇതെപ്പോ വന്നു? കുറച്ചേരെ കേസ് ഞാൻ വാദിക്കുന്നത് കണ്ടു. വളരെ സൂപ്പറായിട്ടോ. എന്തായാലും ജയിച്ച് നിൽക്കല്ലേ. ക്യാൻ വി ഹാവ് എ കോഫി? യാ ഓഫ് കോഴ്സ്. കുറച്ച് ദിവസമായിട്ട് എൻ്റെ ചെക്കൻ്റെ മൈൻഡ് ഇവിടെ അല്ലെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു കോഫി കുടിക്കാൻ വിളിച്ചതും കുറച്ച് സംസാരിക്കണമെന്ന് തോന്നിയതും. യാ, എൻ്റെ മൈൻഡ് ഒട്ടും ഒക്കെയല്ല. ഈസ് ഇറ്റ് അബൌട്ട് us? യെസ്, ഓഫ് കോഴ്സ്. ഡോണ്ട് ഓവർ തിങ്ക്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നീ ഈ BL GL ഈ കാര്യങ്ങളൊക്കെ വിട്. എന്നിട്ട് നമ്മളിൽ ഫോക്കസ് ചെയ്യും. മേ ബി ഇവിടെ നമുക്ക് സെറ്റ് ആവത്തില്ലടാ. അതുകൊണ്ട് ഞാനൊരു പ്ലാൻ ഇട്ടു. എന്ത് പ്ലാൻ? അല്ല, എന്തായാലും കുറേ ദിവസമായില്ലേ നമ്മൾ ഈ കേസിൻ്റെ കാര്യത്തിലും പിന്നെ ഞാൻ എൻ്റെ വർക്കിൻ്റെ കാര്യത്തിലും ഇങ്ങനെ നടക്കുന്നു. സോ നമുക്ക് മാത്രമായിട്ട് ഒരു ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഞാൻ 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. എങ്ങോട്ട്? ടു തായ്ലാൻഡ്. ഓഫ് കോഴ്സ്, അവിടെ നല്ല ഫ്രീഡമാണ്, പ്രത്യേകിച്ച് ഗേ കപ്പിൾസിന്. ആഹാ. സോ ഗെറ്റ് റെഡി, നെക്സ്റ്റ് വീക്ക് പോവാം നമുക്ക്. ഓക്കേ. ഇപ്പം എൻ്റെ ബേബി ഹാപ്പി അല്ലേ? പിന്നല്ലാതെ. എന്താണ് എൻ്റെ കൊച്ചിൻ്റെ മുഖം വാടിയിരിക്കുന്നു? അല്ല വെച്ചേട്ടാ, എനിക്ക് എൻ്റെ ഡ്രസ്സുകളൊന്നും പാകാവുന്നില്ല. ഞാൻ വണ്ണം വെച്ചു. എന്തിനാ വെച്ചിട്ട് ചിരിക്കണ്? അല്ല, നീ വണ്ണം വെച്ചോ ചോദിച്ചപ്പോൾ ഞാനൊന്ന് നോക്കിയതാ എവിടേക്കാ മാംസം വന്നതെന്ന് അറിയാനേ. ലഭിച്ചോട്ട കളിക്കല്ലേ, ഞാൻ കാര്യം പറഞ്ഞതാ. എൻ്റെ കൈയും കാലൊന്നും കയറുന്നില്ല. എന്നാ നമുക്ക് പുതിയ ഡ്രസ്സ് എടുക്കാം. അതൊന്നും വേണ്ട, നിങ്ങളുടെ ഡ്രസ്സ് തന്നാൽ മതി. അയ്യടി, തരാൻ തരാം. പക്ഷെ എന്നാലും നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ നല്ലൊരു ഡ്രസ്സ് ഇടണ്ടേ. അപ്പം എന്തായാലും ഡ്രസ്സ് വാങ്ങിക്കണം. എന്നാ പോയി ഡ്രസ്സ് വാങ്ങിച്ചിട്ട് വരാം. എന്നാ പോവാം, വാ. വാ. ആദ്യം എന്തായാലും നീ ഇതൊക്കെ ഒന്ന് ഇട്ട് നോക്ക്, ഭംഗിയുണ്ടോ പാകമാണോ എന്നൊക്കെ അറിയേ. അല്ലെങ്കിൽ നമുക്കിത് മാറ്റിയെടുക്കാമല്ലോ. ആ ഓക്കെ ചേട്ടാ. നീ അപ്പോൾ ഇത് ഇട്, ഞാൻ ആ ബേബി ഏരിയ പോയിട്ട് വരാം.
എന്തിന്? അല്ല, ബാവയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ. പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. അതെന്താണ്? ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് വാങ്ങിക്കൂട്ടി ഒരു കുന്ന് ഡ്രസ്സുണ്ട്. അതൊക്കെ അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും വാങ്ങിക്കൂട്ടുകയാണോ? ഹിഹി, കുറേ ഉണ്ടല്ലേ. എന്നാലും പോയി നോക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. അതില്ല. എന്നാൽ ഞാൻ നോക്കി വെച്ചിട്ട് വരാം, നീ പോയി ഡ്രസ്സ് ഇടൂ. ആ ചെല്ല് ചെല്ല്. ഈ മനുഷ്യൻ്റെ ഒരു കാര്യം. ഈ ഡ്രസ്സ് കൊള്ളാം. ഹാ, താൻ എന്താണ് ഇവിടെ? ഇറങ്ങ് പോ. ഷേ, ഒച്ച വെക്കല്ല പെണ്ണെ. കുറേ നാളായി നീ ഇങ്ങനെ മോഹിപ്പിക്കാൻ തുടങ്ങിയിട്ട്. ഇനി ഞാൻ വിടില്ല. പ്ലീസ് മാറില്ലെങ്കിൽ ഞാൻ ഒച്ച വയ്ക്കും. ആഹാ, ഒച്ച വെച്ചാ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഞാനങ്ങ് കൊല്ലും. അപ്പോൾ തനിക്കറിയാം എൻ്റെ വയറ്റിൽ കുഞ്ഞുണ്ടെന്ന്. എന്നിട്ടും തനിക്ക് എങ്ങനെ? ഞാനൊരു അമ്മയാണ്. കൂടാതെ തനിക്ക് ഞാനൊരു പെങ്ങളല്ലേ? നോ നോ നോ, നെവർ. ദിസ് സെന്റിമെന്റൽ ഡയലോഗ് ക്യാൻ ഡിസ്ട്രോ മീ ബേബി ഗേൾ. എനിക്ക് അമ്മ പെങ്ങൾ അതൊന്നുമില്ല. ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വന്തമാക്കിയിട്ടേ ശീലമുള്ളൂ. പ്ലീസ് വേണ്ട, എന്നെ വിടൂ. നിനക്കറിയോ, നിന്റെ കെട്ടുവൻ ഞാൻ എന്താഗ്രഹിച്ചാലും അവന് കിട്ടും. ഞാൻ ഇഷ്ടപ്പെടുന്നതൊക്കെ അവൻ ഓൾറെഡി സ്വന്തമാക്കിയിട്ടുണ്ടാവും. ഫസ്റ്റ് അജുവാനേനെ, പിന്നെ നിന്നെ. പക്ഷേ ഇപ്രാവശ്യം ഞാൻ നിന്നെ വെറുതെ വിടില്ല. കാരണം നീണ്ടല്ലോ, സത്യം പറഞ്ഞ നല്ല പച്ച മാങ്ങയാണ്. അത്യാവശ്യം ചവർപ്പും പുളിയുമുള്ള മാങ്ങ. മൂക്കും തോറും രുചി കൂടി വരുന്ന മാങ്ങ. നിന്നിങ്ങനെ കടിച്ച് പറിച്ച് തിന്നാലുണ്ടല്ലോ. ഐ, ഇതുവരെ ഡ്രസ്സ് ഇട്ട് നോക്കി കഴിഞ്ഞില്ലേ? ഈ പെണ്ണിൻ്റെ ഒരു കാര്യം അതി കഴിഞ്ഞില്ലേ? Tamil BGM. ചേട്ടാ നായിൻ്റെ മോനെ, എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞതാണ് എൻ്റെ പെണ്ണിനെ തൊട്ട് കളിക്കരുതെന്ന്. നായേ, ഇനി നീ കളിച്ച കൊന്നു കളിയുടെ നിന്നെ ഞാൻ. സാറേ മതി, മാഡം കണ്ണു തുറക്കുന്നില്ല. അതി എനിക്ക് അതി. ഡോക്ടർ, ആൾക്ക് പേടിക്കാനൊന്നുമില്ല. പെട്ടെന്നുണ്ടായിരുന്ന ആ ഒരു ഇതിൽ പേടിച്ചിട്ടാണ്. റെസ്റ്റ് എടുത്താൽ തീരും. ഓക്കെ ഡോക്ടർ. ആരണ്ടതാൻ വണ്ടി മുമ്പിൽ നിന്ന് മാറ്റോ, എനിക്ക് പോകണം. പോവാം, പക്ഷേ വീട്ടിലേക്കല്ലെന്ന് മാത്രം. ഞാൻ നിന്നെ ഈ ഭൂമി നീ പറഞ്ഞേക്കാൻ വന്നതാ. തനിക്കെന്നെ അറിയില്ല, ഞാൻ മന്ത്രിഭദ്രൻ്റെ മോനാ. നീ ഏതവൻ്റെ മോനാണേലും എനിക്കൊരു ചുക്കൂലടാ. താനിപ്പോൾ എന്തിനാ എന്നെ കൊല്ലാൻ നോക്കുന്നേ? ഞാൻ തന്നെ എന്താ ചെയ്തേ? എന്താ ചെയ്തേനോ? വർഷങ്ങളോളം മനസ്സിലിട്ട് നടന്ന എൻ്റെ പെണ്ണിനെ ആ വിയാൻ കശ്യപ് സ്വന്തമാക്കിയപ്പോൾ
അവനൊക്കെ ഒന്ന് അവളെ സ്വന്തമാക്കാന്ന് വിചാരിക്കുമ്പോഴല്ലേ നിന്റെ ഇടയ്ക്കൂടെയുള്ള ട്വിസ്റ്റ്. ഹോ, ആദ്യം അവളെ ഞാൻ സ്വന്തമാക്കാന്ന് വിചാരിച്ചാ ആക്കും. അതിന് നിന്റെ തല നിന്റെ ശരീരത്തിലുണ്ടെങ്കിലല്ലേ ഞാൻ ആരാണെന്നോ എന്താണെന്നോ ആർക്കും അറിയില്ല. ഐ എം എ സൈക്കോപാത്ത്. ഒരുപക്ഷെ വിയാൻ അവളുടെ ശരീരം സ്വന്തമാക്കിയിട്ടുണ്ടാവും. അവളെ തൊട്ട് ഒരു തേണ്ടികളെയും ഞാൻ ജീവനോടെ വിട്ടിട്ടില്ല. അപ്പോൾ അവളെ കയറി മൊത്തിച്ച് നിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? ഡോ, ഞാൻ തനിക്ക് എത്ര പണം വേണമെങ്കിലും തരാം. നമുക്ക് ഒരുമിച്ച് അവൾ സ്വന്തമാക്കിക്കൂടെ? നോൺസെൻസ്. ഗാഡ്സ്, നാളെ നേരം വെളുക്കുമ്പോൾ ഇവനെ കൊന്നത് വിയാനായിരിക്കണം. കേട്ടല്ലോ? ഓക്കെ ബോസ്. അത് നൗ യു ആർ ഓക്കെ? ആയി ചേട്ടാ. ഡോണ്ട് വറി, ഓക്കെ? ഐ എം ഓൾവേസ് വിത്ത് യു. ഹലോ നകുൽ, എന്താണ്? നീ ഞാൻ അയച്ചു തന്ന ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. മന്ത്രി ഭദ്രന്റെ മകൻ അതുൽ ഭദ്രൻ ഇന്നലെ രാത്രി 12 മണിക്ക് തല ഛേദിക്കപ്പെട്ട നിലയിൽ കൊല്ലപ്പെട്ട വിവരം അറിയിച്ചുകൊള്ളുന്നു. ഇതിന് പിന്നിൽ മാഫിയ ലീഡർ നകുൽ ഗൗതം എന്നാണ് പോലീസ് റിപ്പോർട്ട്. What the hell? Now my days are coming.